ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്ക്വിന്റ് അഥവാ മറുകണ്ണ് എന്നത് പലരും ഭാഗ്യത്തിന്റെ ഒരു അടയാളമായി കാണുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ മെഡിക്കലി നമ്മൾ ഈ ഒരു കേസിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു സീരിയസ് പ്രോബ്ലം ആയിട്ട് കാണേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് സ്ക്വിന്റിന്റെ സിംറ്റംസ്, അതുപോലെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണമായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മളെ രണ്ട് കണ്ണുകളും ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കേണ്ടതാണ്. എന്നാൽ സ്ക്വിൻസ് അഥവാ മറുകണ്ണുള്ള പേഷ്യൻസിന് ഒരു കണ്ണ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് ഫെല്ലോ ആയി എപ്പോഴും ഉള്ളിലേക്കോ പുറത്തേക്കോ ആയിട്ട് തിരിഞ്ഞിരിക്കുന്നത് കാണാം. ഈ ഒരു കണ്ടീഷൻ നമ്മളെ കാഴ്ചയെ സാരമായി ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂട്ടുന്നതാണ്. സാധാരണമായിട്ട് നമ്മൾ ഈ ഒരു കേസിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുന്ന സമയത്ത് കണ്ണിൽ ഉണ്ടാവുന്ന ചെരിവ്, അതുപോലെ ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തല ചെരിച്ചു പിടിച്ച് നമ്മൾ നോക്കുക എന്നത്. സോ മെയിൻ ആയിട്ട് ഇത് കുട്ടികളിൽ മുതൽ നമ്മൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മക്കളിലോ അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരികയാണെങ്കിൽ ഉടനെ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ആരിലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആധുനിക ചികിത്സാ രീതിയിലൂടെ നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണട. നമുക്കൊരു കാഴ്ചക്കുറവ് കാരണം ഉണ്ടാവുന്ന ഈ ഒരു മസിൽ വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പർ കറക്ഷൻ വെച്ചിട്ടുള്ള കണ്ണടകൾ പ്രിസ്ക്രൈബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് വരും. നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. പിന്നീട് വരുന്ന ഒന്നാണ് പാച്ചിങ് തെറാപ്പി. പാച്ചിങ് തെറാപ്പി മെയിൻലി നമ്മൾ കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കാണ്. സോ കിഡ്സിനായിരിക്കും അത് ഒന്നും കൂടെ ഒരു ഉപകാരപ്രദമാവുന്നത്. ഇതിൽ നമ്മളെ ഏറ്റവും വർക്കിംഗ് കണ്ടീഷനുള്ള ഐനെ നമ്മൾ മൂടി വെച്ചുകൊണ്ട് നമ്മൾ ലേസി മടിയനായിട്ടുള്ള ഒരു കണ്ണിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു തെറാപ്പിയാണ് പാച്ചിങ് തെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നമ്മളെ കണ്ണിന്റെ മസിൽ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽസിന് കൊടുക്കുന്ന എക്സസൈസും കൂടെയാണ്. പിന്നീട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സർജിക്കൽ കറക്ഷൻ ആണ്. ഈ ഒരു മൈനർ സർജറിയിലൂടെ നമ്മളെ മസിൽ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഐ കണ്ടീഷൻ, അതായത് മറുകണ്ണ് പോലെയുള്ള ഐ കണ്ടീഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഈ ഒരു മറുകണ്ണ് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇത് കണ്ടെത്തി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ചയെ കംപ്ലീറ്റ് ആയിട്ട് സംരക്ഷിക്കാൻ തീർച്ചയായും കഴിയും. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഐ ഹെൽത്ത് വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്.